ഹലോ യൂട്യൂബ്, നമസ്കാരം. ചെറിയൊരു ഇടവേള. ആ ഒരു ഇടവേളയ്ക്ക് ശേഷം ശക്തമായി വീണ്ടും വന്നിരിക്കുകയാണ്. സോ ഈ പ്രാവശ്യം എന്ന് പറഞ്ഞാൽ ഈ വരവിൽ തന്നെ നല്ലൊരു ന്യൂസ്, നല്ലൊരു അപ്ഡേഷൻ ഉണ്ട്, നമുക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു അപ്ഡേറ്റ് ആണ് ഉള്ളത്. നമ്മൾ ഏറെക്കാലം കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ, പ്രത്യേകിച്ച് ലാലേട്ടന്റെ സിനിമ. ലാലേട്ടന്റെ ഒരുപാട് സിനിമകൾ ലൈനപ്പിൽ ഉണ്ട്, നമുക്ക് കാര്യങ്ങളൊക്കെ അറിയാം, അതിലേക്കൊന്നും കടക്കുന്നില്ല. സോ ഏറ്റവും പുതിയതായിട്ട് ലാലേട്ടന് വരാൻ പോകുന്ന സിനിമ സത്യൻ അന്തിക്കാടിന്റെ ഒപ്പം ഹൃദയപൂർവ്വമാണ്. ഹൃദയപൂർവ്വത്തിന്റെ പോസ്റ്റർ ഒരു വീഡിയോ മറ്റേ ചെയ്തിട്ടുണ്ടായിരുന്നു. യെസ്. സോ അതിന്റെ 2-3 പോസ്റ്റർ ഓൾറെഡി വന്നു കഴിഞ്ഞു. ഇപ്പൊ ഇറങ്ങാൻ പോകുന്നത് ഒരു അപ്ഡേറ്റ് എന്നുള്ളത് ഇന്ന് ലാലേട്ടന്റെ ഇൻസ്റ്റാഗ്രാമിൽ ഷെയർ ചെയ്തിട്ടുള്ള, അതായത് ടീസർ അനൗൺസ്മെന്റ് ആണ്. ടീസർ അനൗൺസ്മെന്റ്, അതായത് നാളെ വൈകിട്ട് 5 മണിക്ക് ഹൃദയപൂർവ്വത്തിന്റെ ടീസർ എത്തുന്നുള്ള ഒരു അപ്ഡേറ്റ് ആണ് ഉള്ളത്. വളരെ സന്തോഷമുണ്ട്. ബിക്കോസ് കാണാൻ കൊതിച്ചിരിക്കുകയായിരുന്നു. മീൻസ് എല്ലാവരും ലാലേട്ടന്റെ ഫാൻ. ഐ മീൻ, നമുക്ക് ഈ പടത്തിനെ കുറിച്ച് അറിയാം. സത്യൻ അന്തിക്കാട് ലാലേട്ടൻ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിരിക്കുന്നു. അതിന്റെ കഥാപശ്ചാത്തലത്തെ കുറിച്ച് ഞാൻ ചെറിയങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും ഇതിന്റെ ഒരു പോസ്റ്റർ ഇറങ്ങിയിട്ടുണ്ട്. ജസ്റ്റ് ആ പോസ്റ്ററിലേക്ക് പോയിട്ട് പെട്ടെന്ന് വരാം. യെസ് ഗസ്. അപ്പൊ ഇതാണ് സംഭവം ഇന്ന് ഇറക്കി വിട്ടത്. ഒഫീഷ്യൽ ടീസർ ഔട്ട് ടുമോറോ അറ്റ് 5 PM. 5 PM എന്ന് പറഞ്ഞാൽ കറക്റ്റ് 5 മണിക്ക് ഇറക്കി വിടണം, അത്രേ ഉള്ളൂ. അപ്പോ എന്താണ്, സത്യൻ അന്തിക്കാട് ആശുവാ സിനിമാസ് എന്തായാലും ഹൃദയപൂർവ്വം സത്യൻ അന്തിക്കാട് എന്നുള്ള ഒരു പോസ്റ്ററാണ്. സിമ്പിൾ ആയിട്ടുള്ള പോസ്റ്ററാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പോസ്റ്ററാണ്. അതിൽ ലാലേട്ടന്റെ ആ ഒരു സ്റ്റൈൽ, അല്ലെങ്കിൽ ആ ഒരു മാനറിസം, ആ ഒരു ചിരി എന്നുള്ളത് എടുത്ത് പറയാൻ തന്നെ വേണം. ബിക്കോസ് എമ്പുരാന് ശേഷം, തുടരലിന് ശേഷം വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ലൈക്ക് അഗൈൻ ഈ ഒരു പോസ്റ്റർ കാണുമ്പോൾ ഒരു സന്തോഷം, ഒരു പോസിറ്റീവ്, ഒരു സ്മൈൽ, ആ മുഖത്തിൽ ആ ഒരു സ്മൈലും ഇല്ലേ, ആ സ്മൈലില് ഒരു എന്താ പറയുക, ആ കുട്ടിത്തം, അല്ലെങ്കിൽ ആ ലാലേട്ടനെ മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ മാനറിസങ്ങളുണ്ട്. പഴയ സിനിമകൾ, ഒരുപാട് സിനിമയിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ആ മാനറിസം. ആ ഒരു ലഭ്യനായ ഒരു ചിരി, അല്ലെങ്കിൽ ഒരു കളിയാക്കിക്കൊണ്ടുള്ള ചിരി, എന്തുവാടി ആ ഒരു രീതിയിലേക്കുള്ള, ആ നാടോടിക്കാട്ടിലേക്കുള്ള ഫ്രെയിംസ് എല്ലാം കുറെ ഓർമ്മ വരുന്നത്. തേനമാവിൻ കൊമ്പില് അങ്ങനെ കുറേ സിനിമ. അപ്പൊ ആ ഒരു ഫേഷ്യൽ എക്സ്പ്രഷൻ ഭയങ്കര ക്യൂട്ട് ആൻഡ് ഫണ്ണി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ലാൽ പണ്ടത്തെ പോലെ കുറെ ട്രിമ്മായി, ആ മുഖത്തൊക്കെ ഭയങ്കര ആ ഒരു എമ്പുരാനിൽ അതൊന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, തോന്നിയിട്ടുണ്ടായിരുന്നുള്ളത്. പക്ഷെ തുടരിലേക്ക് എത്തിയപ്പോൾ സമയത്ത് കുറച്ചും കൂടി അത് മാറി, നല്ലോണം മാറി. ഇപ്പൊ ഇതിൽ കാണുന്ന സമയത്ത് ലൈക്ക് ഒന്നും പറയാനില്ല, കുറ്റം പറയാനില്ല. ആ ഒരു പണ്ടത്തെ ആ ലുക്ക്, ആ ഒരു സംഭവത്തിന് ശേഷമുള്ള ഭയങ്കരമായ നല്ലൊരു തിരിച്ചുവരവാലുണ്ട്. താടിയൊക്കെ എടുത്ത് ട്രിം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് ആൾക്കാർ പറഞ്ഞു താടി എടുത്താൽ മോശമാവും, ഇനി ആക്കാൻ പറ്റില്ല, അങ്ങനെ ഇങ്ങനെയൊക്കെ. പക്ഷെ താടി എടുത്തിട്ടാണ് ഇപ്പൊ ട്രിം ആയിട്ടാണ് നടക്കുന്നത്. സോ ആ ഒരു ലുക്കും ഹെയർ സ്റ്റൈലും, പ്രത്യേകിച്ച് ഹെയർ സ്റ്റൈലും കാര്യങ്ങളും, ആ ഒരു ബോഡി, നല്ലൊരു മെയിൻറ്റെയിൻ ആക്കിയ ഒരു ബോഡിയും കാര്യങ്ങളും, ചാമിങ് ആണ് മൂപ്പര്. ഭയങ്കര ഗ്ലോ ഉണ്ട് ആ മുഖത്ത്, സന്തോഷവാനാണ്. എന്തായാലും മക്കളെ, ഒരു സിമ്പിൾ പോസ്റ്റർ ഇറക്കി വിട്ടിട്ടുണ്ട്. സിമ്പിൾ പടമാണെന്ന് മാത്രമേ ഇപ്പൊ പറയുന്നുള്ളൂ കേട്ടോ. ഇനി എങ്ങനെയാണ്, എന്താണ്, സത്യൻ അന്തിക്കാടാണ്. അപ്പൊ തരുൺമൂർത്തി ഒന്നല്ല, സത്യൻ അന്തിക്കാടാണ് സംവിധായകൻ. സോ ഇതിനു മുമ്പ് ഞാൻ എന്റെ ഒരു ഷോർട്ടിലെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിന്റെ ഒരു കഥാപശ്ചാത്തലം എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു ഹൃദയ ശസ്ത്രക്രിയ നടന്ന, അല്ലെങ്കിൽ ഹൃദയം മാറ്റി വെച്ച അത്തരത്തിലുള്ള ഒരാളാണ് ലാലേട്ടൻ ഇതിൽ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറഞ്ഞാൽ. സോ അത് തന്നെയാണ് ഇതിൽ ഹൃദയപൂർവ്വം എന്ന് പേര് വരാനുള്ള കാരണം. അത് ലാലേട്ടൻ കൺഫേംഡ് ആയ ന്യൂസ് ആണ്. സോ അത്തരത്തിലുള്ള ഒരാളെ കുറിച്ചുള്ള കഥാപശ്ചാത്തലം ഒരു ജീവിതത്തിൽ തന്നെയാണ് കാണിക്കുന്നത്. എന്തൊക്കെയാണ് ടേൺ ആൻഡ് ട്വിസ്റ്റ് കാര്യങ്ങൾ ഉണ്ടെന്ന് അറിയില്ല. സാധാരണ സത്യൻ അന്തിക്കാട് പടം എങ്ങനെയാണെന്ന് നമുക്കറിയാം. ഒരു കുടുംബ പശ്ചാത്തലം, ഒരു നൈസ് ആയിട്ടൊരു ഫ്ലോയിൽ പോകുന്ന ഒരു സാധനമായിരിക്കും. അതിൽ ഫണ്ണി ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ, തമാശകൾ, സീരിയസ്, ഇമോഷൻസ് വളരെ പ്രാധാന്യം കൊടുത്ത് ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതിൽ നിന്നും ഈ ട്രാക്കിന് മാറ്റമൊന്നും അറിയില്ല കേട്ടോ. പല സംവിധായകരും ട്രാക്ക് മാറ്റി വേറെ രീതിയിൽ കൊണ്ടുപോകൊക്കെ നമ്മൾ കണ്ടു, വളരെ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഉള്ള സംഭവം. അപ്പൊ ഇതിലേക്ക് ഏത് രീതിയിലാണ് അങ്ങനെ വരുന്നതെന്ന് അറിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു എഗെയിൻ ഒരു സത്യൻ അന്തിക്കാട് ഒരു സോളിലുള്ള ഒരു സിനിമ തന്നെയായിരിക്കും ഹൃദയപൂർവ്വം എന്നുള്ളത്. എന്തായാലും മക്കളെ, വളരെ 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 എക്സൈറ്റഡ് ആണ്. സിനിമയുടെ ടീസർ നാളെ 5 മണിക്ക് വരുന്നു പറയുമ്പോൾ 5 മണിക്ക് കറക്റ്റ് ഞാനുണ്ടാവും. 5:30 ആകുമ്പോഴേക്ക് എത്തുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും അധികം ലേറ്റ് ആവില്ല. എന്തായാലും കുറെ ആൾക്കാർ കാണാൻ കാത്തിരിക്കുന്ന സംഭവം തന്നെയായിരിക്കും. സോ ആ ടീസർ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. അതിലൂടെ കുറച്ച് കാര്യങ്ങൾ എന്തായാലും രസകരമായ രീതിയിൽ തന്നെ ആയിരിക്കും ആ ഒരു ടീസർ ഉണ്ടാവും എന്നുള്ളത് വിശ്വസിക്കുന്നു. പോസ്റ്റർ അടിപൊളി. ഒരു പോസ്റ്റർ കൂടി ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഈ സാധനം ഇത് ഞാൻ പറയാൻ വിട്ടുപോയാണ്, നേരത്തെ ഇറക്കിയതാണ്. നമ്മളെ ആ മൂപ്പരെ പേര് ഞാൻ മറന്നുപോയി. നമ്മളെ അമല, ആ ഒരു കഥാപാത്രം ഉണ്ടല്ലോ, നമ്മളെ പ്രേമലുല്ലേ, മൂപ്പര് ഇതില് മോനായിട്ടാണോ അല്ലെങ്കിൽ ഫ്രണ്ടായിട്ടാണോ, കസിനായിട്ടാണോ എന്നും അറിയില്ല. മൂപ്പര് ലാലേട്ടൻ തമ്മിലുള്ളൊരു കാലിങ്ങത ഈ പിടിച്ചു നിൽക്കുന്ന ഒരു സംഭവം. ഇതിലും
ഒരു ഫണ്ണിയാണ്, സംതിങ് ഒരു രസകരമായ ഒരു പോസ്റ്റർ, അത്രേ പറയാനുള്ളൂ. സോ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഏതായാലും ടീസർ എന്തായാലും നാളെയുണ്ട്. നാളെ വെയിറ്റിംഗ് ആണ്, കട്ട വെയിറ്റിംഗ് ആണ് എന്തായാലും. അപ്പോൾ ടീസർ വന്നു കഴിഞ്ഞ് നമുക്ക് സംസാരിക്കാം. കൂടുതലൊന്നും പറയാനില്ല. ടീസറിന്റെ റിയാക്ഷൻ കണ്ടിട്ട് നമുക്ക് പിന്നെ സംസാരിക്കാം. സോ അപ്പൊ എത്രയേ ഉള്ളൂ. നാളെ മറക്കണ്ട 5 മണിക്ക് ലാലേട്ടന്റെ ഹൃദയപൂർവ്വം റിയാക്ഷൻ ആയിട്ട് ഞാൻ ഉണ്ടാവും. സോ താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് വാച്ചിങ്. റിമെമ്പർ ദ നെയിം ഗൈസ് ഇസ് ബൾഡൻ ബിയർഡ് റിയാക്ട്സ്.